ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന വിവോയുടെ X200 Pro ആണ്. കോസ്മോസ് ബ്ലാക്ക് കളർ നമ്മുടെ കയ്യിലുണ്ട്, ടൈറ്റാനിയം ഗ്രേ കളറുണ്ട്. സോ ഈ രണ്ട് കളറിൽ ഏതാണ് ബെസ്റ്റ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ദെൻ നമ്മൾ ഈ ഫോണിൻ്റെ വിവോ X200 Pro ഫൺ ടച്ച് OS 15 ഫുൾ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ നമുക്ക് നോക്കാം. വിവോ X200 Pro സ്റ്റിക്കർ, cut off. Oh, so here is the Vivo X200 Pro in the Cosmos black color. So okay, so guys, this is it. And ഇതാണ് നമ്മുടെ ടൈറ്റാനിയം ഗ്രേ കളറായിട്ടുള്ള വിവോ X200 Pro. ആൻഡ് രണ്ടും സ്റ്റണ്ണിങ് ആണ്. പക്ഷേ ഒബ്വിയസ്ലി ഇപ്പോൾ എനിക്കൊരു പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ട് എനിക്ക് ടൈറ്റാനിയം ഗ്രേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. ബിക്കോസ് ഇത് നമ്മുടെ വിവോ X100 Pro ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഏകദേശം സെയിം പോലെ, അത്ര ക്ലോസർ ലുക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ബട്ട് ഈ ഒരു കളർ ഫസ്റ്റ് ടൈമാണ് നമുക്കിവിടെ വരുന്നത്. സോ ഒബ്വിയസ്ലി ഇപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ കാലമാണല്ലോ. ദാറ്റ് മീൻസ് നമ്മുടെ ഗാലക്സി S24 Ultra ടൈറ്റാനിയം ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഇത് അലുമിനിയം ഫ്രെയിമാണ്. ബട്ട് സ്റ്റിൽ I would say I just love the titanium grey over the Cosmos black. പിന്നെ ബ്ലാക്ക് ലവേഴ്സിന് ഡെഫിനറ്റ്ലി നല്ലൊരു കിഡിലും ബ്ലാക്ക് തന്നെയാണ്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഫിംഗർ മാറ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ്ലി നല്ല മാറ്റ് ഫീൽ. ആൻഡ് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ടൈറ്റാനിയം ഗ്രേക്കകത്ത് വളരെ ഭയങ്കര ക്ലോസർ ലുക്കിൽ മാത്രം മനസ്സിലുള്ളൂ. വളരെ മൈനറായിട്ട് നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കിട്ടും. പക്ഷേ അത് അത്ര ക്ലോസർ ലുക്കാണ്. നോർമൽ ലുക്കിൽ ഫിംഗർ പ്രിൻറ്റ് അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒറ്റയടിക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ക്ലോസർ ലുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊരു ഫിംഗർ മാറ്റ് ഫീൽ ചെയ്യും. ബട്ട് ദാറ്റ്സ് 99% സ്കിപ്പബിൾ ആണ്. നെക്സ്റ്റ് രണ്ടിൻ്റെയും ക്യാമറ റിങ്സിൻ്റെ കളറിന് വ്യത്യാസമുണ്ട്, യു ക്യാൻ സി. ആൻഡ് ഇത് വരുന്നതെന്ന് ചെയ്യേണ്ടത് നമ്മളൊരു പ്രോപ്പർ സിൽവർ റിങ് തന്നെയാണ്. ഒബ്വിയസ്ലി ഈ ഒരു ടൈറ്റാനിയം ഗ്രേക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. വേഴ്സസ് ഇത് വരുന്നത് ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ടൈപ്പ് ഒരു സിൽവറിഷ് കളറാണ് വന്നിരിക്കുന്നത്. സോ ഒരു ബ്ലാക്കിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയലിന് ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി ഇതൊരു ഗ്ലാസ് ആണ് വരുന്നത്, വേഴ്സസ് ഇത് ഗ്ലാസ് ഫൈബറാണ് വരുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇത് ഭയങ്കര മാറ്റ് ആൻഡ് സിൽക്കി സ്മൂത്തായിട്ട് നമുക്കിത് ഫീൽ ചെയ്യണം. കാരണം ഭയങ്കര അന്യായ മാറ്റ്, നമുക്ക് അറിയാനേ പറ്റും അത്രയ്ക്ക് സ്മൂത്ത് മാറ്റ്. വേഴ്സസ് ഇത് അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ല, ഇറ്റ്സ് എ ബിറ്റ് ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് നമുക്കിത് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. ഒരു എന്താ ഒരു സ്മൂത്താണ്, പക്ഷേ മാറ്റല്ല, വേറെ ടൈപ്പ് ഒരു സ്മൂത്ത്നെസ് നമ്മൾ ആണ് ഫീൽ ചെയ്യുന്നത്. സോ രണ്ടും തമ്മിൽ ആ ഒരു ഇൻ ഹാൻഡിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെ ഫെൽറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് കാര്യം നമ്മുടെ സൈഡ് ഫ്രെയിമിട്ട് വരുമ്പോഴാണ് കേട്ടോ. സോ ഇത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഈ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യണത് ഒബ്വിയസ്ലി ഞാൻ ക്ലിയർ കട്ടായിട്ട് പറയാം നമ്മുടെ ടൈറ്റാനിയം ഗ്രേ. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം മിനിമം ഒരു അലുമിനിയം പറയും, മാക്സിമം ഒരു ടൈറ്റാനിയം ഫ്രെയിം ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രെയിമാണ് അത്യാവശ്യം നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ഒബ്വിയസ്ലി ഇത് അലുമിനിയം ഫ്രെയിമാണ്. പക്ഷേ നമുക്ക് ഈ ബ്ലാക്ക് കളറുള്ള കാരണം ഉണ്ടല്ലോ, അത് എടുത്തറിയാൻ പറ്റുന്നില്ല. സ്റ്റിൽ ഇറ്റ്സ് നമ്മൾ കൈ പിടിക്കുമ്പോൾ രണ്ടും സെയിം ടു സെയിം ആണ്. പക്ഷേ നമ്മൾ ഈ ഗ്ലാൻസ് നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു പ്രീമിയംനെസ് ഉണ്ടല്ലോ, ആ ഒരു കളർ വൈസ് ഒരു പ്രീമിയംനെസ്, മെറ്റീരിയൽ രണ്ടും സെയിം ടു സെയിം ആണ്. പക്ഷേ കളർ വൈസ് ഒരു പ്രീമിയംനെസ് നോക്കുമ്പോൾ എനിക്ക് 3% ഇഷ്ടപ്പെട്ട നമ്മുടെ ടൈറ്റാനിയം ഗ്രേ ആണ് കേട്ടോ. സോ ഇറ്റ്സ് പേഴ്സണലി അപ് ടു യു. സോ ബ്ലാക്ക് ലവേഴ്സിനൊക്കെ ഇത് സ്റ്റണ്ണിങ് ആയിരിക്കും നമ്മുടെ കോസ്മോസ് ബ്ലാക്ക്. ആൻഡ് ഈ സൈഡ് നോക്കി അറിയാം, ഓക്കെ, അലുമിനിയം ഫ്രെയിമാണ് രണ്ട് പേർക്കും. ആൻഡ് യാ, ഓക്കെ, നെക്സ്റ്റ് ഓൺ ദ ടോപ്പ്, ഓക്കെ, ആൻഡ് on the bottom. ഇനി രണ്ടിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ ഒരു ലൈറ്റ് അങ്ങ് അറ്റത്തെ ബോർഡർ, ദാറ്റ് മീൻസ് ആ ഫ്രെയിമിൻ്റെ എൻഡ് ബോർഡർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ആ ഫ്രെയിമിൻ്റെ ബ്ലാക്കിനകത്തൊരു സിൽവർ ഫ്രെയിം എൻഡ് ബോർഡറിനകത്താണ് നമുക്ക് ബ്ലാക്ക് വരുന്നത്. വേഴ്സസ് ഇതൊരു പ്രോപ്പർ ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ ആ ഒരു ഏരിയയിൽ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ലുക്ക് എനിക്കിത് കാരണം ഈ ബ്ലാക്ക് ആണ്, കാരണം ഒരു പ്രോപ്പർ ബ്ലാക്ക് ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ്. വേഴ്സസ് എന്തൊരു സിൽവറിൻ്റെ ഉള്ളിലൊരു ഡിസ്പ്ലേ ഇരിക്കുന്ന ഒരു ഫീല്, ദാറ്റ്സ് അപ് ടു യു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനിയുണ്ട് ഡിഫറൻസസ്. ആക്ച്വലി നിങ്ങൾക്കുണ്ടല്ലോ ഒരു സ്ലിം ഫോണാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഞാൻ പറയും ബ്ലാക്ക് എടുത്തോളാം. കാരണം ഇതുണ്ടല്ലോ കുറച്ചും കൂടെ സ്ലിമ്മറാണ്. കാരണം 8.20 mm ആണ് നമ്മുടെ ബ്ലാക്ക് വരുന്നത്. വേഴ്സസ് നമ്മുടെ ഈ ടൈറ്റാനിയം ഗ്രേ വരുമ്പോണ്ടല്ലോ 8.4, ദാറ്റ് മീൻസ് ക്ലോസ് ടു 8.5 mm വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ഇഫ് യു ഒബ്സർവ് റിയലി ക്ലോസ് യു കെൻ സി. ഓക്കെ, ആ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെ അറിയാൻ പറ്റുന്നുണ്ട്, വളരെ മൈനറായിട്ട്. ആൻഡ് എലോങ് വിത്ത് ദാറ്റ് ആ വെയിറ്റിൽ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് കുറച്ചും കൂടെ ലൈറ്റർ. 223 grams ആണ് നമ്മുടെ ബ്ലാക്ക് വരുന്നത്. വേഴ്സസ് നമ്മുടെ ടൈറ്റാനിയം വരുന്നത് 228 grams ആണ്. ഇത്തിരി കൂടെ വെയിറ്റ് കൂടുതലും ഇച്ചിരി കൂടെ തിക്കറുമാണ് നമ്മുടെ ഈ ടൈറ്റാനിയം ഗ്രേ കളർ. വിവോയുടെ ലോഗോ ഒക്കെ ആണെങ്കിലും ആ ഒരു ഇവിടെ ഉണ്ടോ, ഇവിടെ ആ ഒരു ഗ്ലോസി ഫിനിഷ് പോലത്തെ ഉള്ളിൽ വന്നേക്കണല്ലോ, കണ്ടോ ഈ ഒരു ഫിനിഷ്. അപ്പോൾ എന്താ ഗ്ലോ ചെയ്യണ ഫീല്. പക്ഷേ ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷ് കാരണം ഉണ്ടോ, നമുക്കിതിവിടെ എംബഡഡ് നമുക്ക്
ഫീൽ ചെയ്യും. ആ വിവോ എന്നുള്ള നമുക്ക് ഫീൽ ചെയ്യും എംബഡഡ് പോലെ. പക്ഷേ ഇതുണ്ടല്ലോ അതൊരു സ്മൂത്താണ്, ഫീലേ ചെയ്യില്ല. ബിക്കോസ് അതൊരു എംബഡഡ് ആയിട്ടുള്ള ആ ഗ്ലാസ്സിൽ തന്നെ എംബഡഡ് ആണ്. വേഴ്സസ് ഇത് നമുക്ക് പുറത്തായിട്ട് പ്രൊജക്ട് ചെയ്ത രീതിയിലാണ് നമ്മുടെ ഈ വിവോ വന്നിരിക്കുന്നത്. സോ ഇത്രയാണ് ഡിഫറൻസസ്. ഇനിവേസ് നമുക്ക് ഇനി ബോക്സ് കണ്ടൻസ് നോക്കാം. ഓക്കെ, സോ നമ്മുടെ സിം ഇജക്റ്റഡ് ടൂള്, സോ ആൻഡ് പ്രോപ്പർ എല്ലാ സാധനങ്ങളും നമുക്ക് ബോക്സിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഐ വിൽ ഷോ യു കേസ് കേട്ടോ. ആൻഡ് ഇത് കേസിന് ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെ വന്ന കേസ് ഇതാണെങ്കിൽ വേഴ്സസ് ഞാൻ നമ്മുടെ ടൈറ്റാനിയം ഗ്രേയുടെ കേസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടൈറ്റാനിയം ഗ്രേക്ക് വരുന്നത്. സോ ഒബ്വിയസ്ലി ആ ഒരു കളർ, ദറ്റ് മീൻസ് ആ ഒരു കളറിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ കളർ കാണിക്കാൻ വേണ്ടിയാണ്. ആൻഡ് യു ക്യാൻ സീ ദേ, സോ ദിസ് ഇങ്ങനെയാണ് നമ്മുടെ ടൈറ്റാനിയം ഗ്രേ. ഓക്കെ, സോ ഒബ്വിയസ്ലി ആ ഒരു കളറിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ബ്ലാക്ക് ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ എടുത്തറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട്. ആൻഡ് ഇതാണ് രണ്ടുപേരുടെയും കേസ് ഇട്ടിട്ടുള്ള ലുക്ക്. ആൻഡ് ഇഫ് യു ആസ്ക് മീ ഏതാണ് അടിപൊളി കേസ്, ഒബ്വിയസ്ലി നമ്മുടെ ബ്ലാക്കിൻ്റെ കൂടെ തന്നെ അടച്ചിരിക്കുന്ന ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒരു കേസ് ഫീൽ ചെയ്യണത് ഒബ്വിയസ്ലി. വേഴ്സസ് ഇത് നമ്മുടെ സാധാ നോർമൽ കേസാണ്. സോ നമുക്കിതൊരു X200 സീരീസിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, എക്സ് കെയർ പ്രീമിയം പോയിന്റ് സ്റ്റാൻഡ് ബൈ സർവീസ്, 24 hour ഡെഡിക്കേറ്റഡ് സർവീസ് ലൈൻ, ഡോർ സ്റ്റെപ്പ് റിപ്പയർ, റിമോട്ട് അസിസ്റ്റൻസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയൊരു കാർഡ്. പിന്നെ ഇമ്പോർട്ട് ഇൻഫർമേഷൻ വാറണ്ടി കാർഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ആൻഡ് ദെൻ നമ്മുടെ ചാർജർ. സോ USB ടൈപ്പ് A ടു ടൈപ്പ് C ആട്ടോ. സോ ആൻഡ് നമ്മുടെ അഡാപ്റ്റർ. സോ 90 വാട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട് ഇതിന് തന്നെ. യൂഷ്വലി ഐ തോട്ട് ഇറ്റ് വുഡ് ബി 120, ബട്ട് യു ക്യാൻ സീ 90 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വരിക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദ ബോക്സ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വിവോ X200 പ്രോയുടെ UI വരുന്നത്. ഓക്കെ, അത്യാവശ്യം സ്മൂത്താണോ, യു ക്യാൻ സീ കണ്ടോ, നല്ല സ്മൂത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡിസ്പ്ലേ സെറ്റിങ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. സോ ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യുന്നത് ഗാലക്സി S24 Ultra ജസ്റ്റ് കമ്പയർ ചെയ്യാൻ രണ്ടിൻ്റെ ഡിസ്പ്ലേ മോഡ്സ്. സോ ഡിസ്പ്ലേ സ്റ്റാർട്ടിങ് ഓഫ് നമുക്ക് രണ്ടിനും ലൈറ്റ് മോഡും ഉണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് മോഡും ഉണ്ട്. സോ യു ക്യാൻ സീ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ്, അതാണ് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, രണ്ടിനും ഓൺ ഓഫ്. ആൻഡ് ഇതിനകത്ത് എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഗാലക്സി S24 Ultra. ഞാനത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുകയാണ്. സോ ആൻഡ് ദെൻ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഫോണ്ട് സ്റ്റൈൽസിൻ്റെ ഓപ്ഷൻ, ഫോണ്ട് ആൻഡ് ഡിസ്പ്ലേ സൈസ് കൂട്ടാൻ കുറയ്ക്കാൻ അതിൻ്റെ ഓപ്ഷൻസ്. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ കളേഴ്സ്. ആക്ച്വലി ഇവിടെയാണ് കുറേ മോഡ്സ് ഉള്ളത്. യു ക്യാൻ സീ നമ്മുടെ ഗാലക്സി S24 Ultra നമുക്ക് വിവിഡാണ് മാക്സിമം ഉള്ളത്. ആൻഡ് ആക്ച്വലി ഇതിൻ്റെ വിവിഡ് മോഡ് എന്ന് നമ്മുടെ വിവോ X200 Pro വിവിഡ് മോഡാണ് ആക്ച്വലി ഈ പ്രൊഫഷണൽ. ആൻഡ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഐ വുഡ് സേ സൂപ്പർ വിവിഡ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു മോഡാണ്. സോ നമുക്ക് ജസ്റ്റ് ഈ ബ്രൈറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കാം ഇവരുടെ ഡിസ്പ്ലേസ്. ഓക്കെ, സോ ബ്രൈറ്റ് ആണ് മാക്സിമം സാച്ചുറേറ്റഡ് കളേഴ്സ് ആയിരിക്കും വരിക. പ്രൊഫഷണലാണ് ഏകദേശം വിവിഡിൻ്റെ അത്ര തന്നെ. ആൻഡ് സ്റ്റാൻഡേർഡ് ആണ് നാച്ചുറൽ ആയിട്ട് വരിക ഏകദേശം ഒരു കമ്പാരിസണിൽ. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ, ഒബ്വിയസ്ലി ഇത് നമ്മുടെ ക്വാഡ് HD, ദറ്റ് മീൻസ് 2K ഡിസ്പ്ലേ ആണ് വരിക. ആൻഡ് യു ക്യാൻ സീ QHD+ 3120x14440 പിക്സൽസ് വരുന്നുണ്ട് നമ്മുടെ ഗാലക്സി S24 Ultra. വേഴ്സസ് നമുക്ക് ഇവിടെ മാക്സിമം വരുന്നത് 2800x1260. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ 2400x1080 ഓപ്ഷൻ ഉണ്ട്. അതിന് വരെ നമുക്ക് 2340x1080 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് HD+, ഏറ്റവും ലോവസ്റ്റ് HD+ൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് സോ എക്സ്ട്രാ QHD+ൻ്റെ മോഡ് ഉണ്ട്, അത് നമുക്കിവിടെ മിസ്സിംഗ് ആണ്. ആൻഡ് ദെൻ വിഷ്വൽ എൻഹാൻസ്മെൻറ്റിനകത്ത് നമുക്കിവിടെ ഒരു എൻഹാൻസിൻ്റെ മോഡുണ്ട്, ഞാൻ ജസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ സ്മാർട്ട് സ്ക്രീൻ റിഫ്രഷ് റേറ്റിൻ്റെ ഓപ്ഷൻ. സോ ഓവർ ഹിയർ യു ക്യാൻ സീ മോഷൻ സ്മൂത്ത്നെസ്, അതാണ് 120 Hz ആണ് നമുക്ക് അഡാപ്റ്റീവ്. രണ്ടും LTV ഡിസ്പ്ലേസ് ആണ്. സോ ഇത് സ്മാർട്ട് സ്വിച്ച് 120 Hz പോവും, ഇതും അഡാപ്റ്റീവ് 120 Hz. ആൻഡ് സ്റ്റാൻഡേർഡ് ആണ് രണ്ടിനും 60 Hz പോവുക. ആൻഡ് ഇത് നമുക്ക് ഫോഴ്സ്ഫുള്ളി നമുക്ക് 120 തന്നെ എപ്പോഴും നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഫോഴ്സ്ഫുള്ളി 120 ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് S24 Ultra ഇല്ല. നമ്മുടെ ഇതിനകത്ത് വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഓൺ ആക്കിയിട്ട് അതേപോലത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ ഡിസ്പ്ലേ അല്ല കിടക്കണേ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനകത്താണ് കിടക്കുന്നത്. അഡ്വാൻസ് ഫീച്ചേഴ്സിനകത്ത് പോയിട്ട് ഇവിടെ നമുക്ക് വീഡിയോ ബ്രൈറ്റ്നസ് എന്ന രീതിയിലാണ് കിടക്കണേ. ആക്ച്വലി ഇത് വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് വെച്ചാൽ ഒപ്റ്റിമൈസ് ദ കളേഴ്സ് ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ് സം പിക്ചേഴ്സ് ഫോർ എ മോർ വിവിഡ് ഡിസ്പ്ലേ എഫക്ട്സ്. നമുക്ക് ഇതിനകത്ത് നോർമൽ മാറ്റിയിട്ട് ഞാൻ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേസ് കമ്പയർ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫാക്കി ആൻഡ് ഇത് മാക്സിമം ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെയിം വിത്ത് നമ്മുടെ ഗാലക്സി S24 Ultra. സോ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി, എക്സ്ട്രീം ബ്രൈറ്റ്നസ് ഓണാണ്. ആൻഡ് യു ക്യാൻ സീ സോ മാക്സിമം ബ്രൈറ്റ്നസ്സാണ് ഇപ്പോൾ രണ്ട് പേരും. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്, നമ്മുടെ വിവോ X200 Pro വേഴ്സസ് സാംസങ് ഗാലക്സി S24 Ultra. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. സോ യു ഗൈസ് ആർ ദ ജഡ്ജ്.
ആൻഡ് രണ്ടും നല്ല സ്റ്റണ്ണിങ് ഡിസ്പ്ലേസ്, സ്റ്റണ്ണിങ് കളേഴ്സ്. സോ ഈവൻ നമ്മൾ ബ്രൈറ്റ് മോഡ് X200 Pro ഇട്ടിട്ട് പോലും രണ്ടും കട്ടയ്ക്കാൻ നിൽക്കണേ. ആൻഡ് റിഗാർഡിങ് ദ ബ്രൈറ്റ്നസ്, യെസ് ഒബ്വിയസ്ലി ബ്രൈറ്റ്നസ്സിൽ എനിക്ക് ഇവിടെ S24 Ultra ചെറിയൊരു ബൂസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ബ്രൈറ്റ്നസ് യു ക്യാൻ സി, ഓവറോൾ ബ്രൈറ്റ്നസ് നോക്കുമ്പോൾ വേഴ്സസ് കളർ സാച്ചുറേഷൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഈ ഗ്രീൻ നോക്കി കുറച്ചും കൂടെ സാച്ചുറേറ്റ് ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ X200 Proയിലാണ്. കമ്പാരിറ്റീവ്ലി ലൈറ്റ് ബെറ്റർ. യു ക്യാൻ സി ഫ്യൂ മോർ സിനാരിയോസ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള കളർ ബൂസ്റ്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇൻ ദിസ് ഏരിയാസ് യു ക്യാൻ സി ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെയാണ് കൂടുതൽ കിട്ടുന്നത് വേഴ്സസ് ഇത് വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ലെറ്റ്സ് സി ഫ്യൂ മോർ സിനാരിയോസ്. സോ ഗാലക്സി S24 Ultra ഡൈനാമിക് LTPO AMOLED 2x 120 Hz HDR10+ സർട്ടിഫൈഡ് 2600 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ആൻഡ് ഇവിടെ നോക്കി രണ്ടിൻ്റെയും ഇവിടെ കൊണ്ട് ഗ്രീൻ കളർ നല്ല കത്തി നിൽക്കണം വേഴ്സസ് ഇത് നമ്മുടെ നാച്ചുറൽ ഒരു ഗ്രീൻ കളർ രീതിയിൽ ഇച്ചിരി ഒരു ബൂസ്റ്റ്, ലൈറ്റ് ബൂസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മുടെ Vivo X200 Pro നോക്കുകയാണെങ്കിൽ അത് LTPO ഡിസ്പ്ലേ, 1 billion കളർ റിപ്രൊഡക്ഷൻ, 120 Hz HDR10+, ഡോൾബി വിഷൻ ഉണ്ട്, 4500 nits പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ആൻഡ് ഈ സിനാരിയോസ് ഒക്കെ സെയിം ടു സെയിം ആണ്. ഇവിടെ ആ ഗ്രീൻ കളറിന് ഇവിടെ ഒരു ബൂസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു റെഡ് കളർ വരുന്നുണ്ട്, അവിടെ നോക്കാം കേട്ടോ. യെസ് ഡെഫിനറ്റ്ലി ഉണ്ടോ ഈ റെഡ് കളറിൻ്റെ ഡിഫറൻസ് ഇവിടെ നല്ല ഷാർപ്പ് ഉണ്ടോ. ഈ ഒരു ഗ്രീൻ കളർ എല്ലാ കളേഴ്സും അവിടെ ആ ബ്രൈറ്റ് മോഡ് ഉള്ളത് കാരണം മാത്രമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് മോഡ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ നോർമൽ സ്റ്റാൻഡേർഡ് മോഡ് ഇട്ട് രണ്ടും സെയിം ടു സെയിം ആണ്. പക്ഷേ ഇഫ് നമുക്ക് അങ്ങനെ ഒരു മോഡ് അവൈലബിൾ ആണല്ലോ ഒബ്വിയസ്ലി അത് ഇട്ട് വേണമല്ലോ ടെസ്റ്റ് ചെയ്യാൻ. സോ നമ്മൾ നോക്കിയപ്പോൾ ഒബ്വിയസ്ലി X200 Pro ആണ് കുറച്ചും കൂടെ കളർ സാച്ചുറേഷൻ്റെ കാര്യത്തിലും വിവിഡ്നെസ്സിൻ്റെ കാര്യത്തിലും കുറച്ച് മുന്നിട്ട് നിൽക്കണേ. ആൻഡ് നെക്സ്റ്റ് കാര്യം ഒബ്വിയസ്ലി ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ വളരെ ലൈറ്റ് ആയിട്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ ഗാലക്സി S24 Ultra. ഇനി ആ QHD മീൻസ് നമുക്ക് ആ ഒരു 2K ഡിസ്പ്ലേ വേഴ്സസ് 1.5K ഡിസ്പ്ലേ അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാനിങ്ങനെ നോക്കിയിട്ട് നോർമലായിട്ട് നോക്കിയിട്ട് ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ചില എക്സ്ട്രീം സിനാരിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻഡ് ഐ തിങ്ക് ഐ കുഡ് നോട്ട് ഫെൽറ്റ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. ആൻഡ് എല്ലാ സിനാരിയോസിലും ആ ഒരു കളർ ഡിഫറൻസ് മാത്രമേ എനിക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ക്ലോസ് ഒബ്സർവ് ചെയ്താൽ ഭയങ്കര ലൈറ്റായിട്ടൊരു ഡീറ്റെയിലിങ്ങിന് അത് ഓൾമോസ്റ്റ് ഇവിടെ നോക്കി കളേഴ്സ് അഗെയിൻ യു ക്യാൻ സി നല്ല ഷാർപ്പ്. ഓക്കെ സോ അങ്ങനത്തെ വളരെ വളരെ ലൈറ്റായിട്ടൊരു ഡീറ്റെയിലിങ്ങിൻ്റെ ഭയങ്കര ലൈറ്റായിട്ടോ അത്ര പറയാനത്തൊക്കെ ഇല്ല. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ വെരി മൈനർ, ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവത്തേ ഇല്ല. ഓക്കെ സോ രണ്ടും നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്. സോ ഒബ്വിയസ്ലി ഗാലക്സി S24 Ultra 6.8 inches ആണ് വരിക. ഇവിടെ നമുക്ക് ഒരു 6.78 inches ആണ് വരുന്നത്. പിന്നെ 505 PPI വരുന്നുണ്ട് ഗാലക്സി S24 Ultra വേഴ്സസ് ഇവിടെ നമുക്ക് 452 PPI. സ്റ്റിൽ കളർ സാച്ചുറേഷൻ്റെ കാര്യത്തിൽ ഇവിടെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് X200 Pro ബിക്കോസ് ഓഫ് ദ ബ്രൈറ്റ് മോഡ് ഉള്ളത് കാരണം. ആൻഡ് ഇനി അടുത്ത സിനിമ കണ്ടോ, ഉയ്യോ ഇതാണ് പക്ക ഡിഫറൻസ്. ആ റെഡ് കണ്ടോ നല്ല കത്തി നിൽക്കണം റെഡ് വേഴ്സസ് ഒരു നോർമൽ റോസ് ടൈപ്പ് ഓഫ് സ്മൂത്ത് റെഡ്. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് X200 Proയുടെ നമുക്ക് ഓഡിയോ സൗണ്ട് ആൻഡ് വൈബ്രേഷൻസ് ബേസിക് സെറ്റിംഗ്സ് ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ് അത് നമ്മൾ S24 Ultra ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. സോ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്, സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്. സോ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. അതിന് പകരം നമുക്ക് ഇവിടെ ഒരു സൂപ്പർ ഓഡിയോ റെസൊല്യൂഷൻ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ടേൺഡ് ഓൺ ആണ്. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ എക്സ്ട്രാ സൂപ്പർ ഓഡിയോ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ അത് ഇവിടെ മ്യൂസിക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കാം. ആൻഡ് ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കിയിട്ടുണ്ട് ആൻഡ് മ്യൂസിക് ഇട്ടുണ്ട്. സോ രണ്ടും ഒരു ഫെയർ കമ്പാരിസൺ ഉണ്ട് കേട്ടോ. X200 Pro നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കൊള്ളാം. നല്ല ലൗഡ്നെസ്സും ബേസ് ടോൺസും ഒക്കെ നല്ല എടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ആൻഡ് S24 Ultra ഓഡിയോക്ക് നല്ല റിഫൈൻഡ് ആണ് ഓഡിയോ. ദാറ്റ് മീൻസ് നല്ല ആ ഒരു ഇൻസ്ട്രുമെൻ്റൽ ടോൺസ് ഒക്കെ നല്ല എടുത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലൗഡ്നെസ്സിൻ്റെ കാര്യത്തിലും ബേസ് ടോൺസ് എനിക്ക് അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല ഇഫ് യു കമ്പയർ ദ X200 Pro. എനിവേസ് യു ഗൈസ് ആർ ദി ജഡ്ജ്. എന്നോട് കുറിച്ച് തരാം. ഓക്കെ S24 Ultra ഓക്കെ. സോ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട നമ്മുടെ X200 Pro ആണ് കേട്ടോ.
ഇൻ ടേംസ് ഓഫ് ദ ലൗഡ്നെസ്, ദ ബേസ് ടോൺസ്. പക്ഷേ ഈ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, ഓഡിയോയുടെ ആ ഒരു ചെറിയ എലമെൻറ്റ്സ് മുതൽ എല്ലാം നല്ല ക്രിസ്പായിട്ട് ഇടണം, അത് കിട്ടിലോസ്കി ആയിട്ടുണ്ട് നമ്മുടെ S24 Ultra. പക്ഷേ അത് ഓൾമോസ്റ്റ് മിസ്സിംഗ് ആണ് നമ്മുടെ X200 Proയിൽ. പക്ഷേ ആ ഒരു ഡീറ്റെയിലിംഗ് കൊള്ളാം, പക്ഷേ ലൗഡ്നെസ്സിൻ്റെയും ഇതിൻ്റെയും മിസ്സിംഗ് ഉണ്ട്. സോ ഇനി നമുക്ക് ഡോൾബി അറ്റ്മോസ് ഓഫ് ആക്കിയിട്ട് സെയിം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഡോൾബി അറ്റ്മോസ് ഈസ് ടേൺഡ് ഓഫ്. ഞാൻ ഓഡിയോ ബെറ്റർ കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് കൊടുക്കാം. Okay, S24 Ultra. You guys are judge. Swagger down the street with your red lips and funky beat. You better take your head up to the sky. I'm gonna go with you till the day I die. Vivo X200 Pro. Swagger down the street with your red lips and funky beat. You better take your head up to the sky. I'm gonna go with you till the day I die. S24 Ultra. Swing those hips around. Vivo X200 Pro. Swing those hips around. സോ എനിക്ക് പേഴ്സണലായിട്ട് എന്ത് തോന്നി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫസ്റ്റ് ടെസ്റ്റിനകത്ത്, ദാറ്റ് മീൻസ് ഡോൾബി അറ്റ്മോസ് ഓൺ ആയ സിനാരിയോയിൽ ഡീറ്റെയിലിങ്ങിന് പ്രയോറിറ്റി കൊടുത്ത് S24 Ultra മറ്റേ ബേസ് ടോൺസും മീൻസ് ആ ബേസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്, അതും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ കോൾ ആ ഒരു ലൗഡ്നെസ്സും കിട്ടിയില്ല. പക്ഷേ ഡോൾബി അറ്റ്മോസ് ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് S24 Ultra ഫീൽ ചെയ്തു, എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നു. എനിവേസ് യു ഗൈസ് ജഡ്ജ്. എനിക്ക് ഇച്ചിരി ബെറ്റർ ഓഡിയോയും ദാറ്റ് മീൻസ് ലൗഡ്നെസ്, അതേപോലെ തന്നെ കോൾ ആ ബേസ് ടോൺസ് സ്റ്റിൽ എനിക്ക് തോന്നുന്നു ബേസ് ടോൺസ് ഇപ്പോഴും X200 Pro ആണ്, പക്ഷേ ലൗഡ്നെസ് ഓൾമോസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ടഫ് കോമ്പറ്റീഷൻ, രണ്ടിൻ്റെ ഓഡിയോയുടെ രീതി പോലും ഡിഫറൻസ് ഉണ്ട് രണ്ടിൻ്റെ ഓഡിയോ. സോ ഇഫ് യു പ്രിഫർ ദ ക്വാളിറ്റി ഓഫ് ദ ഓഡിയോ ദെൻ ഡെഫിനറ്റ്ലി S24 Ultra ട്രൈസ് ഇറ്റ്. ആൻഡ് ഇഫ് യു പ്രിഫർ ദ ബേസ് ടോൺസ്, ഈ ബേസിലെ ടോണൊക്കെ കുറച്ചും കൂടെ എടുത്ത് ഐഫോൺസൊക്കെ എസ്പെഷ്യലി ബേസ് ടോൺസ് നന്നായിട്ട് എടുത്തുകൊണ്ട് വരാറുള്ള ഫോൺസാണ്. അതേ കൂട്ട് ഒരു എഫക്റ്റാണ് എനിക്ക് നമ്മുടെ X200 Pro കിട്ടിയത്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ഫ്രണ്ട്സ്. സോ ഇഫ് യു പ്രിഫർ ദ ക്വാളിറ്റി ദെൻ ഡെഫിനറ്റ്ലി ഈസ് ദിസ് ഹൈ. ആൻഡ് ഇഫ് യു പ്രിഫർ എ ബിറ്റ് ലൗഡ്നെസ്, ഐ വുഡ് സേ ലൗഡ്നെസ് ഓവർ ദ ബേസ് ടോൺസ് ഇൻ എ കോമ്പിനേഷൻ, സോ ദെൻ നിങ്ങൾക്ക് നമ്മുടെ X200 Pro ചൂസ് ചെയ്യാം. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ സെറ്റിംഗ്സ്, സോ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പറാണ്. സോ ഇത് നമുക്കിവിടെ വാൾപേപ്പേഴ്സ്, ഈവൻ ദ വാൾപേപ്പേഴ്സ് വരെ ഉണ്ടല്ലോ നല്ല സ്റ്റണ്ണിങ് ആയിട്ട്. വാൾപേപ്പേഴ്സിനെ കുറിച്ച് വരെ പറയേണ്ട ആവശ്യമുണ്ട്, കാരണം ബിക്കോസ് അതേപോലത്തെ നൈസ് വാൾപേപ്പറാണ് കേട്ടോ. എനിക്ക് നല്ല ആനിമേഷൻസും നല്ല രസമായിട്ടുള്ള വാൾപേപ്പറാണ് വരുന്നത്. ഐ ക്യാൻ സി ലൈവ് വാൾപേപ്പേഴ്സ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം കൊള്ളാം. ആൻഡ് ദെൻ നമുക്ക് തീംസ് കുറച്ച് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഓണാക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സ്റ്റൈൽസ് കാര്യങ്ങൾ. ആൻഡ് ദെൻ എപ്പോൾ ഓൾവേസ് ഓൺ എപ്പോഴും കാണിക്കണമെങ്കിൽ ഡിസ്പ്ലേ ഓൾ ഡേ കൊടുക്കുക, ഇന്ന ടൈം അതിൽ ഇന്ന ടൈം ഷെഡ്യൂൾ ഡിസ്പ്ലേ കൊടുക്കുക. പിന്നെ ഫോൺ ജസ്റ്റ് അനക്കുമ്പോൾ ഒക്കെ ഷോ ചെയ്താൽ മതി അങ്ങനെ കൊടുക്കുക, ഇനി ഫോൺ തൊടുമ്പോൾ ഷോ ചെയ്താൽ മതി അങ്ങനെ കൊടുക്കുക. സോ ഫുൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു UI ആപ്പ് ആൻഡ് കളർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ, ഇപ്പോൾ ഒരു ബ്ലൂ കളറാണല്ലോ, അത് മാറ്റിയിട്ട് വേറെ കളർ, ഫോർ എക്സാമ്പിൾ ഗ്രീൻ കളറാണ്, ഇത് കൺഫേം കൊടുക്കുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം കേട്ടോ, ഒരു ഗ്രീൻ കളർ. സോ അങ്ങനെ നമുക്ക് കളറൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ദെൻ നമ്മുടെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ്, അവിടെ നമുക്ക് നമ്മുടെ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ ഉണ്ട്. അവിടെ നമുക്ക് ഡൈനാമിക് വാൾപേപ്പേഴ്സിൻ്റെ ഓപ്ഷൻ തന്നെ റൊട്ടേറ്റ് വാൾപേപ്പേഴ്സ് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ ടൈപ്പ് ആൻഡ് ലാംഗ്വേജ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ്സ്, ദാറ്റ് മീൻസ് നമുക്ക് സെലിബ്രിറ്റി, മൂവീസ്, സയൻസ് അതൊന്നും ഇഷ്ടമല്ല, ഇത് പ്ലാൻസ്, ആനിമി, ഗെയിംസ് അതൊക്കെയാണ് ഇഷ്ടം, അതൊക്കെ സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണ് ഇഷ്ടമുള്ളത് അൺസെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ തവണ നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ഓരോ ഈ കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ പിന്നെ ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ലോക്ക് സ്ക്രീൻ, ഇത് എപ്പോഴും ടേൺ ഓഫ് അല്ലെന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ലോക്കാണ് തന്നെ, ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് വന്നിട്ട് കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ അത് ഓഫ് ആക്കിയിട്ടാണ് ആക്സ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ മേലെ ആക്സ് ചെയ്ത് ഫ്ലൈറ്റ് മോഡ് ആക്കുമോ അതൊക്കെ ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് റെക്കമെൻഡ്. ഞാനിപ്പോൾ ഇത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് കാണിച്ചാൽ ലോക്കാണ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ സി ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡ് ആക്കാം, വൈഫൈ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരിക്കലും ടേൺ ഓൺ ചെയ്യരുത്. സോ ലെറ്റ് മീ ടേൺ ഇറ്റ് ഓഫ് വൺസ് അഗൈൻ. സോ അതാണ് ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ്. നെക്സ്റ്റ് നമ്മൾ ഹോം സ്ക്രീൻ സെറ്റിംഗ്സ്. അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്. ഒന്ന് നോർമൽ വിത്ത് ആപ്പ് ഡ്രോയർ ആണ്, ദാറ്റ് മീൻസ് ആണോ വിത്ത് ആപ്പ് ഡ്രോയർ. പിന്നെ നമുക്ക് ഈ ഒരു ലോഞ്ചർ മാത്രം ക്ലാസിക് ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ആപ്പ് ഡ്രോയർ, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ വരിക. ആൻഡ് ദെൻ നമുക്ക് അതിൻ്റെ നമ്മുടെ തേർഡ് പാർട്ടി ലോഞ്ചർ പോലെ അതിൻ്റെ എഫക്ട്സ് ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം കേട്ടോ, സ്വൈപ്പ് ഡൗൺവേർഡ്സ് ആണ് ഹോം സ്ക്രീൻ. സോ ഇപ്പോൾ എന്തെങ്കിലും സ്വൈപ്പ് ഡൗൺവേർഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു ഗ്ലോബൽ സെർച്ച് ഐറ്റം ആണ്, പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുക അത് ഡിസേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അത് മാറിയിട്ട് നോട്ടിഫിക്കേഷൻ സെൻറ്റർ കൊടുക്കുക. സോ എപ്പോൾ ഒക്കെ
കണ്ടോ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഹോം സ്ക്രീൻ സെറ്റിംഗ്സ്. നെക്സ്റ്റ് നമ്മുടെ സിമ്പിൾ മോഡ്. ദാറ്റ് മീൻസ് ഏജ്ഡ് ആയിട്ട് ആൾക്കാർക്ക് ആ ഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ അവർക്ക് പ്രിസൈസ് ആയിട്ട് ടച്ചസ് ഒക്കെ കിട്ടണമെങ്കിൽ അത് എളുപ്പമായിരിക്കും. സോ ഇഫ് ഐ ജസ്റ്റ് ടേൺ ഇറ്റ് ഓൺ, റൈറ്റിന് കൊടുക്കാം. ഇഫ് ഐ ടച്ച് ഞാൻ തമ്പ് വെച്ച് ടച്ച് ചെയ്താൽ പോലും വേറെ മാറിപ്പോലെ. യു ക്യാൻ സി കാൽക്കുലേറ്റർ ബാക്ക് കൊടുത്തു, ഓൾ ആപ്സ്. ഇപ്പം എനിക്ക് തുറക്കേണ്ട അടുത്ത് ബെഞ്ച് മാർക്ക് കണ്ടോ, ഇങ്ങനെ തമ്പ് വെച്ചിട്ടുള്ള ടച്ചസ് പോലും പ്രിസൈസ് ആയിരിക്കും. സോ വിച്ച് ഈസ് റിയലി നൈസ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേൺ ഓഫ് ചെയ്യാം. സോ സിമ്പിൾ മോഡ് ഓഫ്. ഓക്കെ, ആൻഡ് കമ്മിങ് ബാക്ക് സെറ്റിങ്സ്. പിന്നെ നമുക്കത് ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്. മീൻസ് മൊത്തം ഒരു മറ്റേ എഫക്ട്സിൻ്റെ ആണ്. ദാറ്റ് മീൻസ് ഉണ്ടോ റിയൽ ടൈം ബ്ലറിങ്, മോഷൻ ബ്ലർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ്. പിന്നെ ആംബിയൻ ലൈറ്റ് എഫക്ട്. ദാറ്റ് മീൻസ് ആംബിയൻ ലൈറ്റ് എഫക്ട് ഈസ് എസെൻഷ്യലി നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് തന്നെയാണ്. സോ അത് ഇൻകമിംഗ് കോൾസ് ഞാൻ ഓൺ ആക്കിയെന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻസ് ഈസ് ഉണ്ടോ ലൈറ്റ് എഫക്ട് ഫോർ ഇൻകമിംഗ് കോൾസ്. ഇൻകമിംഗ് കോൾസിനും എന്ത് ടൈപ്പ് ഓഫ് എഡ്ജ് ലൈറ്റിംഗ് വേണം കേട്ടോ. അങ്ങനത്തെ ആകെ 3 ഓപ്ഷനേ ഉള്ളൂ. സാംസങ്ങിന് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് വളരെ ലിമിറ്റഡ് ആണ്. അതേപോലെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ എന്ത് ടൈപ്പ് ലൈറ്റ് വേണം കേട്ടോ. അവിടെ കുറച്ച് കമ്പാരിറ്റീവ്ലി ഓരോ ഓപ്ഷൻ കൂടുതലുണ്ട് കേട്ടോ. അതിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എസെൻഷ്യലി എഡ്ജ് ലൈറ്റിംഗ് തന്നെ വേറൊരു പേരിൽ ഇട്ടേക്കണമെന്നുള്ളൂ. ഓക്കെ, ആൻഡ് മ്യൂസിക് ലൈറ്റ് എഫക്റ്റ്, മ്യൂസിക് വരുമ്പോൾ എഫക്റ്റ് മീൻസ് ബബിൾസ് കാര്യങ്ങളൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യുന്നതനുസരിച്ച് അതിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഏതൊക്കെ ആപ്സ് ഇപ്പം നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പിനകത്തൊക്കെയാണ് ചെയ്യണമെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വരും. ആൻഡ് നെക്സ്റ്റ് ഹോം സ്ക്രീൻ, ഒരു സ്ക്രീൻ ട്രാൻസിഷൻ ആനിമേഷൻ, അതൊക്കെ തേർഡ് പാർട്ടി ലോഞ്ചർ പോലെ കേട്ടോ. അത് നിങ്ങൾക്കത് എൻട്രിങ് ആനിമേഷൻ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഐക്കൺ ആനിമേഷൻ ചെയ്യണോ, ഇപ്പോൾ ഐക്കൺ ഇതാവുന്നത് അത് മാറ്റിയിട്ട് വേറെ ഐക്കൺ വേണം. പിന്നെ അൺലോക്കിംഗ് ആനിമേഷൻ, ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ ആനിമേഷൻ ഉണ്ട്. ഇപ്പോൾ ആ ബ്ലൂ കളർ മാറ്റിയിട്ട് ചെയ്യണ്ടോ, ഇങ്ങനെ നമുക്ക് സ്റ്റൈൽസ് മാറ്റാൻ പറ്റും. ഓക്കെ, വെച്ച് റെക്കഗ്നൈസ് ചെയ്യാത്തൊരു ഫിംഗർ ഇടാം ഉണ്ടോ റിപ്പിൾ എഫക്റ്റ് പോലെ. ഓക്കെ, നൈസ്. ആൻഡ് ദെൻ അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ ആനിമേഷൻസ്. ഓക്കെ, ചാർജിങ് ആനിമേഷൻ, USB സെൻസർ ആനിമേഷൻ, സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ് ആനിമേഷൻസ് ഇത്രയുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ക്ലോൺ, അതായത് 2 ആപ്സ് യൂസ് ചെയ്യുന്നുള്ളവർ സോ ഇത് ആപ്പ് ക്ലോൺ ടാപ്പ് ചെയ്യുക. ഏതൊക്കെ ആപ്സ് അവിടെ 2 മീൻസ് 2 ഫേസ്ബുക്ക് വേണമെങ്കിൽ ഇതേ ഫേസ്ബുക്കിലൂടെ തൊടുക. അപ്പോൾ ഇത് ഫേസ്ബുക്ക് 1 എലോങ് വിത്ത് ഫേസ്ബുക്ക് 2 വുഡ് ബി ക്രിയേറ്റഡ്. അതേപോലെ ഇൻസ്റ്റാഗ്രാം വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തൊടുക. ഏതൊക്കെ ആപ്പാണോ വേണ്ടത് അതൊക്കെ അതിങ്ങനെ ഓൺ ചെയ്തിടുക. വാട്ട് ഹാപ്പൻസ് ഈസ് പെൻ ലോഞ്ചർ കാണിച്ചു തരാം. ഫേസ്ബുക്ക് ഉണ്ടോ, ഫേസ്ബുക്ക് 1, ഫേസ്ബുക്ക് 2, ഇൻസ്റ്റാഗ്രാം 1, ഇൻസ്റ്റാഗ്രാം 2 അങ്ങനെ മാറും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ദാറ്റ് മീൻസ് ഈ ആപ്പ് ഹൈഡ്, ആപ്പ് ലോക്ക് അങ്ങനത്തെ പരിപാടികളാണ്. ഓക്കെ, അതോടെ വെച്ചാൽ നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്ക് അത് പോവുക. എന്നിട്ട് അവിടെ താഴെ ഒരു സംഭവമുണ്ട്, ആപ്പ് എൻക്രിപ്ഷൻ ആൻഡ് ആപ്പ് ഹൈഡിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൈവസി പാസ്വേഡ് സെറ്റ് ചെയ്യണം. സോ പ്രൈവസി പാസ്വേഡ്, എൻ്റർ യുവർ പ്രൈവസി പാസ്വേഡ്. ഓക്കെ, ഞാൻ പാസ്വേഡ് ടൈപ്പ് പാറ്റേൺ ജസ്റ്റ് കൊടുക്കാം. സോ ഓക്കെ, ഡൺ. ആൻഡ് ആൻസറിങ് സം റാൻഡം ക്വസ്റ്റ്യൻസ്. പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ദി ആപ്പ് എൻക്രിപ്ഷൻ തൊടുക. ആൻഡ് എൻ്റെ പാറ്റേൺ അടിച്ചു. അപ്പോൾ അത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വേണമെന്നാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ ടേൺ ഓൺ കൊടുത്തു. അപ്പോൾ വെരിഫൈസ് ചെയ്യൂ, ഞാനത് വെരിഫൈ ചെയ്തു. അതിൽ ആഡ് ലേറ്റർ കൊടുത്തു. ഏതൊക്കെ ആപ്പാണ് ഇപ്പോൾ ലോക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ആഡുണ്ടു ബെഞ്ച് മാർക്കും, ആഡുണ്ടു 3D ബെഞ്ച് മാർക്കും, ആൽബംസും ലോക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് വെരി നെക്സ്റ്റ് ടൈം ഇഫ് ഓപ്പൺ ദ ആൽബംസ് യു കൻ സി ഉണ്ട് ലോക്ക്ഡ് ആണ്. ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ മാത്രമേ അൺലോക്ക് ആവുള്ളൂ. ആൻഡ് ബാക്ക് അടിച്ചു. നെക്സ്റ്റ് ടൈം ഞാൻ തുറക്കുമ്പോൾ കണ്ടോ വിത്തൗട്ട് എൻ്റെ ലോക്ക് അല്ലാണ്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് ഫോൺ ലോക്ക് ചെയ്തു, ഇനി ഒന്ന് അൺലോക്ക് ചെയ്തു, ഇനി തുറക്കുമ്പോൾ പക്ഷേ ഇനിയും ലോക്ക് വേണം കണ്ടോ. പക്ഷേ ഒരു തവണ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ തവണ വേണ്ട. അപ്പോൾ എപ്പോഴും ഇത് വേണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആപ്പ് എൻക്രിപ്ഷൻ തന്നെ പോവുക. എന്നിട്ട് ഇവിടെ ആപ്പ് ലോക്ക് ടൈം ഉണ്ടല്ലോ അവിടെ തൊടുക. എന്നിട്ട് ഇപ്പോൾ 1 minute ആഫ്റ്റർ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ദ ആപ്പ് ഈസ് ക്ലോസ്ഡ് അത് മാറ്റിയിട്ട് ആഫ്റ്റർ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ദ ആപ്പ് ഈസ് ക്ലോസ്ഡ് കൊടുക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈം യു ക്യാൻ സി അഗെയിൻ ആൽബംസ്, ബാക്ക് പോയി എഗെയിൻ ആൽബംസ് ഉണ്ടോ ലോക്ക്ഡ് ആണ്, എഗെയിൻ ആൽബംസ്, എഗെയിൻ ആൽബംസ്. ഒരു ബഗ്, ചെറിയൊരു ബഗ് പോലെ അല്ലേ. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ നോക്കട്ടെ. യെസ് എത്തിയുണ്ടോ, ഇനി എനിക്ക് ഉണ്ടോ ഒന്നുകൂടെ നോക്കട്ടെ. വെയിറ്റ് ചെയ്ത് 2 സെക്കൻഡ് ഉണ്ടോ, ചെറിയൊരു ബഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ചോദിക്കാണ്ട് തന്നെ അതിനുണ്ട്, പക്ഷെ ഇപ്പോൾ വരേണ്ടതാണ്. ഒന്ന് ബാക്ക് അടിച്ച് വെയിറ്റ് ചെയ്യാം. 1 2 ഉണ്ടോ, അപ്പോൾ പിന്നെയും വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു ചെറിയൊരു ഇഷ്യൂ. നീ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമിങ്ങോ വല്ലതും കളിക്കോ? ഇല്ല, അതേ നോക്കിയോ, വേണമെങ്കിൽ ഫോൺ നോക്കിക്കോ. എൻ്റെ കോൾ ഓഫ് ഡ്യൂട്ടി ഇല്ല, ഗെയിമിങ്ങും ഇല്ല, ഒന്നുമില്ല അല്ലേ. ഓക്കെ, സെറ്റിങ്സ് ആപ്സ് നോക്കട്ടെ ഞാൻ. ഇപ്പം ആപ്സ് ഓക്കെ, കോൾ ഓഫ് ഡ്യൂട്ടി ഓക്കെ എടാ ശരി, കോൾ ഓഫ് ഡ്യൂട്ടി ഇല്ല, BGMI ഇല്ല അല്ലേ. ഓക്കെ, സോ പക്ഷേ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തതാണ്. ജസ്റ്റ് 2 ഫിംഗേഴ്സ് സ്വൈപ്പ് അപ്പ്, കോൾ ഓഫ് ഡ്യൂട്ടി BGMI. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഹിഡൻ സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നത്, അടിപൊളിയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവില്ല. അതേ കണ്ടോ, യു ക്യാൻ സി കണ്ട കംപ്ലീറ്റ്ലി അത്
കംപ്ലീറ്റ്ലി ഹിഡൻ ആയിരിക്കും. നോട്ടിഫിക്കേഷൻസ് ഒന്നും കാര്യങ്ങൾ പക്ക അടിപൊളി ഹിഡൻ ആണ്. പണ്ട് എങ്ങനെ ആക്സ് ചെയ്യണം, ജസ്റ്റ് ദേ സ്വൈപ്പ് അപ്പ് വിത്ത് 2 ഫിംഗേഴ്സ് ചെയ്യുക, ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് സെയിം ലൊക്കേഷൻ തന്നെ കേട്ടോ. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ പോവുക, എന്നിട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി പോവുക, ആൻഡ് നമ്മുടെ ആപ്പ് ഹൈഡിങ്ങിൽ പോവുക, സെലക്ട് ചെയ്യുക ഏതൊക്കെ ആപ്പാണ് ഹൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ BGMI കോൾ ഓഫ് ഡ്യൂട്ടി സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്വൈപ്പ് അപ്പ് വിത്ത് 2 ഫിംഗേഴ്സ് ഓൺ ദ ഹോം സ്ക്രീൻ ടു വ്യൂ ഹിഡൻ ആപ്സ്. ഇത് ടേൺ ഓൺ ചെയ്യുക. ഇത് ടേൺ ഓൺ ചെയ്തതിൽ എന്നാ പറ്റുന്നത് വെച്ചാൽ നമുക്ക് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഹൈഡ് ചെയ്ത സെക്ഷനിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഹൈഡ് ചെയ്യാൻ പറ്റും, അൺഹൈഡ് ചെയ്യാൻ പറ്റും. വേണ്ട സമയത്ത് നമുക്ക് പോയി വേണ്ട സമയത്ത് നമുക്ക് പോയി അൺഹൈഡ് ചെയ്യാം, വേണ്ട സമയത്ത് ഹൈഡ് ചെയ്യാം, അങ്ങനത്തെ രീതി പറ്റുള്ളൂ. പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത സമയത്ത് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് റെക്കമെൻഡ് ടു ടേൺ ഇറ്റ് ഓൺ. അതാണ് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാറിനകത്ത് കുറച്ച് ബേസിക് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഇപ്പോൾ നോക്കിയാൽ നല്ല ഡീസൻ്റ് ആയിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി അയക്കേണ്ട ഉള്ളിൽ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് കാണിച്ചിട്ടുണ്ട്. സോ ഡീഫോൾട്ട് അങ്ങനെ ആയിരിക്കില്ല. സോ സ്റ്റാറ്റസ് ബാർ ഓപ്പൺ ചെയ്യുക, ബാറ്ററി സ്റ്റൈൽ ആൻഡ് പെർസെൻറ്റേജ് കൊടുക്കുക, എന്നിട്ട് ബാറ്ററി സ്റ്റൈൽ ഹൊറിസോണ്ടൽ കൊടുക്കുക, എന്നിട്ട് അപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ഇൻസൈഡ് ദ ബാറ്ററി. അപ്പോൾ അത് കറക്റ്റ് ആ എഫക്റ്റീവായിട്ട് ആ സ്ഥലം യൂസ് ചെയ്ത് കാര്യം വരും. ആൻഡ് വൺ മോർ തിങ് ഈസ് ദെയർ, അപ്പോൾ അത് കറണ്ട് അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡും കാണിക്കണമെങ്കിൽ ഷോ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് അങ്ങ് ടേൺ ഓൺ ചെയ്താൽ മതി. അപ്പോൾ അതും കാണിക്കും. നെക്സ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു, പക്ഷേ നിങ്ങളത് റിസീവ് ആയി, പക്ഷേ നിങ്ങൾ റീഡ് ചെയ്യുന്ന മുമ്പ് ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോവോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിയർ ഓൾ കൊടുത്തു, ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തിരിച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റ് പറഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്. ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ടൈം സ്റ്റാമ്പ് വിത്ത് ടൈം സ്റ്റാമ്പ് സഹിതം നമുക്കുള്ള നോട്ടിഫിക്കേഷൻസ് കാണിക്കും. സോ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. നെക്സ്റ്റ് നമ്മുടെ ബാറ്ററിക്കകത്ത് ബാറ്ററി സേവർ ഉണ്ട്, സൂപ്പർ ബാറ്ററി സേവർ ഉണ്ട്, ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ്, എസ്പെഷ്യലി ഇത് 90 വാട്ട് അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. സോ ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യുക. നിങ്ങളിപ്പോൾ ഞാൻ പറയാം, പക്ഷേ നിങ്ങൾ കുറേ വർഷം 2 വർഷം അല്ലെങ്കിൽ 2+3 ഇയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഐ വുഡൻറ്റ് റെക്കമെൻഡ് ടേണിങ് ഇറ്റ് ഓൺ. നോർമലായിട്ട് തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ഇനി നിങ്ങൾക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സെയിം ഓപ്ഷൻ പോയിട്ട് ഇവിടെ ഓൺ ആക്കിയാലാണ് റിവേഴ്സ് വയർലെസ് ചാർജിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വിവോ X200 Pro ഇന്ത്യയിൽ ഒറ്റ ഇറങ്ങുള്ളൂ, 16GB 512GB. സോ റാം ആൻഡ് സ്റ്റോറേജിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 16+16. ദാറ്റ് മീൻസ് എഫക്റ്റീവ്ലി 32GB റാം ആക്കാനുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. സോ 16+16 32GB റാം. ഇനി നിങ്ങൾക്ക് ആ 16GB റാമിട്ട് വേണ്ടെങ്കിൽ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആഡഡ് ബാക്ക് ടു യുവർ ഇൻറ്റേർണൽ സ്റ്റോറേജ്. ഓക്കെ, സോ ആ ഒരു എക്സ്റ്റൻഡ് റാമിൻ്റെ ഫീച്ചർ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അൾട്രാ ഗെയിം മോഡ് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 80 ലൈറ്റ് വേഴ്സസ് നമ്മുടെ ഡിമെൻസിറ്റി 9400 ഒരു കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമുള്ള ഗെയിം മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഡു ചെക്കൗട്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ അതിനകത്ത് ഞാൻ മൊത്തം ഫീച്ചേഴ്സ് കമ്പാരിസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗെയിം വിഷ്വൽ എൻഹാൻസ്മെൻറ്റ്, സൂപ്പർ റെസൊല്യൂഷൻ, ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ, സ്പോർട്സ് മോഡ്, ഓഫ് സ്ക്രീൻ ഓട്ടോ പ്ലേ, 4D ഗെയിം ഇംപ്ലിമെൻറ്റേഷൻ, ഗെയിം ക്വാളിറ്റി ആൻഡ് സൗണ്ട് എഫക്ട്സ്, കൺട്രോൾ സെറ്റിംഗ്. സോ രണ്ടിലും BGMIയിലും കോൾ ഓഫ് ഡ്യൂട്ടിയിലും 120 Hz ആണ് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ സിസ്റ്റം മാനേജ്മെൻറ്റ്. അവിടെ നമുക്ക് സിസ്റ്റം നാവിഗേഷൻ ഉള്ളത്. ഇപ്പോൾ ജസ്റ്റർ നാവിഗേഷൻ വേണമെങ്കിൽ ഇപ്പോൾ ബൈ ഡീഫോൾട്ട് ബട്ടൺ നാവിഗേഷൻ ആയിരിക്കും. അത് മാറ്റിയിട്ട് ജസ്റ്റർ നാവിഗേഷൻ ടാപ്പ് ചെയ്യുക. ഇനി ബട്ടൺ നാവിഗേഷൻ ഇതിൻ്റെ ബട്ടൺ ഓറിയൻറ്റേഷൻ മാറ്റി ഇവിടെ കണ്ടോ ഓപ്ഷൻ ഉണ്ട്. ബാക്ക് ഈ ലെഫ്റ്റ് സൈഡിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബാക്ക് റൈറ്റ് സൈഡിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ രീതിയിൽ നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സർക്കിൾ ടു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ 3 ബട്ടൺ നാവിഗേഷൻ ആണെങ്കിൽ നമുക്ക് ഹോം ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് സർക്കിൾ ടു സെർച്ച് വരും. യു ക്യാൻ സി സർക്കിൾ ടു സെർച്ച് വരും. ഇനി ഇത് ജസ്റ്റർ നാവിഗേഷൻ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ജസ്റ്റർ ഗൈഡ് ബാറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ജസ്റ്റർ ഗൈഡ് ബാർ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു. അപ്പോൾ വരുന്നിപ്പോൾ ഇവൻ ക്യാമറ എടുത്തു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു, ജസ്റ്റർ ഗൈഡ് ബാറിൽ കാണിച്ചു, എന്നിട്ട് ജസ്റ്റ് റൗണ്ട് വരച്ചു. ആൻഡ് യു ക്യാൻ സി കണ്ടോ സാംസങ് ഗാലക്സി വാച്ച് അൾട്രാ ഉണ്ടോ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് അവിടെ അവൈലബിൾ ആണ് നമുക്ക് സിസ്റ്റം നാവിഗേഷൻ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഗ്ലോബൽ സെർച്ച്, മൾട്ടി ടർബോ ഓപ്ഷൻസ് കണ്ടോ, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മുടെ ബേസിക് സെറ്റ് ഓഫ് ഓപ്ഷൻസ്. പിന്നെ ഇത് ഒബ്വിയസ്ലി ഒരു പുതിയ ഫോൺ ആയിരിക്കില്ല. അപ്പോൾ പഴയ ഫോണിൽ നിന്ന് A to Z ഡേറ്റയിലോട്ട് കയറ്റാൻ വേണ്ടി ഈസി ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ പഴയ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഈ ഫോണിൽ ഇൻസ്റ്റാൾ. എന്നിട്ട് ഇത് ന്യൂ ഡിവൈസ് ആയിട്ടും, അത് എല്ലാവർക്കും അറിയാവുന്ന ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ, ഇത് നമ്മുടെ ന്യൂ ഡിവൈസ് ആയിട്ടും പഴയ ഡിവൈസിൽ ഈ സെയിം ഈസി ഷെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓൾഡ് ഡിവൈസ് ആയിട്ട് കൊടുക്കുക. സോ A to Z ഇൻക്ലൂഡിങ് നമ്മുടെ ചാറ്റ്സ് എന്ന് വെച്ചാൽ നോർമൽ മെസ്സേജസ്, ഫോൺ കോൾസിൻ്റെ റീസെൻറ്റ് കോൾസ് ഹിസ്റ്ററി, അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തം അങ്ങോട്ട് വരും. ഇനി വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാറ്റ് ബാക്കപ്പിൽ പോയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചാറ്റ്സ് കൊടുക്കുക, ചാറ്റ് ബാക്കപ്പ്, ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. എസ്പെഷ്യലി ബാങ്ക് ആപ്സൊക്കെ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്ത്, അല്ലാണ്ട് അതിൻ്റെ ഡേറ്റ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഗാലക്സി S24 അൾട്രാ വേഴ്സസ് നമ്മുടെ X200 Pro ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് സ്നാപ്ഷോട്ട്, ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റിനകത്ത് ഇവിടെ ഇഷ്ടം പോലെ ലാൻഡ്സ്കേപ്പ്, സ്ട്രീറ്റ് പോർട്രേറ്റ്, ക്ലാസിക് പോർട്രേറ്റ്, നാച്ചുറൽ പോർട്രേറ്റ്, കൾച്ചറൽ പോർട്രേറ്റ്, 80mm ഫിഗർ, ഇത്ര ഓപ്ഷൻ ഉണ്ട്. പിന്നെ പോർട്രേറ്റ് നോക്കുകയാണെങ്കിൽ S24 അൾട്രയിൽ ആകെ കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചേഞ്ച് 4-5 അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് മാത്രം. ഇതിനകത്ത് നോക്കി ബാക്ക്ഗ്രൗണ്ട് ബ്ലറിന് തന്നെ
ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാതെ രണ്ടിനുണ്ട്. ബട്ട് സ്റ്റിൽ യു ക്യാൻ സി ഇത്രയും ഫേസിനകത്ത് റീടച്ചിങ് അതൊക്കെ ജസ്റ്റ് ഇതിനകത്ത് ഓപ്ഷനിലൊരു ഓപ്ഷൻ മാത്രം ഇത് കണ്ടോ, ഫേസിൻ്റെ ഒറ്റ ഓപ്ഷനുള്ളൂ. വേഴ്സസ് ഇത് ഓപ്ഷനിലൊരു ഓപ്ഷനാണ്. ഇത്ര ഓപ്ഷൻസ് നമുക്ക് ക്ലാസിക്, സ്മൂത്ത്, സ്കിൻ ടോൺ അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഒരു പ്രീമിയം സെറ്റ് ഓഫ് പോർട്രേറ്റ് ലെൻസ് കിറ്റ്, ഇത്രയും സാധനങ്ങളുള്ള. സോ ഇത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് S24 Ultra എടുക്കുന്ന ഷോർട്സ് ഉണ്ടല്ലോ, കുറച്ച് ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ടാണ്. നല്ല ക്രോപ്പ് ചെയ്താലും ഡീറ്റെയിൽ പോലെ. ഇനി ഇതിനകത്തും X24 പോലും അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ അത് ഒറ്റ ഒരു മോഡ്, ദാറ്റ് മീൻസ് 85 3.7x മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു മോഡ് 85 ഹൈ റെസൊല്യൂഷൻ ക്ലോസപ്പ് ഓൺ ചെയ്താൽ അത് കിട്ടും. അല്ലാണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ഉണ്ടാവില്ല. ജസ്റ്റ് പിക്ചറാണ് അടിപൊളിയായിരിക്കും, സോഷ്യൽ മീഡിയ റെഡി ആയിരിക്കും, പക്ഷേ ഡീറ്റെയിലിംഗ് ഉണ്ട്. പക്ഷേ ഡീറ്റെയിലിംഗ് കൂടെ വേണമെങ്കിൽ S24 Ultra ആയിരുന്നു ഡീറ്റെയിലും കൂടെ വരിക. നെക്സ്റ്റ് ഫോട്ടോയ്ക്കകത്ത് 0.6x മുതൽ നമ്മുടെ 100x വരെ പോകാൻ പറ്റും. വീഡിയോയ്ക്കകത്ത് 0.6x മുതൽ നമ്മുടെ 20x വരെ പോകാൻ പറ്റും. പിന്നെ 4K at 120 FPS സപ്പോർട്ടഡ് ആണ്. 8K at 30 FPS സപ്പോർട്ടഡ് ആണ്. വിത്ത് സ്റ്റെബിലൈസേഷൻ ആണ് 2.8K at 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുക. 4K at 30 FPS നമ്മുടെ സിനിമാറ്റിക് വീഡിയോ മീൻസ് പോർട്രേറ്റ് വീഡിയോ ഉണ്ട്. S24 Ultra അങ്ങനെ തന്നെ. പിന്നെ ഇതിനകത്ത് 4K at 120 FPS നമ്മുടെ S24 Ultra ഉണ്ട് കേട്ടോ. രണ്ടുപേരുടെയും ഫോട്ടോയ്ക്കകത്ത് 0.6 മുതൽ ഓൾ ദ അപ് ടു നമുക്ക് 100 വരെ പോകാൻ പറ്റും. രണ്ടുപേർക്കും അപ് ടു 100 വരെ പോകാൻ പറ്റും. ആൻഡ് ദെൻ നമ്മുടെ വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് രണ്ടുപേർക്കും 8K ഉണ്ട്. 8K at 30 FPS രണ്ടുപേർക്കും ഉണ്ട്. ആൻഡ് 4K at 120 FPS രണ്ടുപേർക്കും ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ പ്രോ വീഡിയോ മോഡിനകത്താണ് കേട്ടോ 4K at 120 കിടക്കണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ പ്രോ വീഡിയോ മോഡിനകത്താണ് UHD at 120 FPS കിടക്കണേ. ആൻഡ് ദെൻ നമുക്ക് ഡോൾബി വിഷൻ സപ്പോർട്ട് ഇതിനകത്ത് കിട്ടുന്നില്ല. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഓണാക്കി സ്റ്റെബിലൈസേഷൻ ഓണാക്കി UHD at 60 FPS സ്റ്റെബിലൈസേഷൻ കിട്ടിയ S24 Ultra വേഴ്സസ് നമുക്ക് ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ ഓണാക്കി കഴിഞ്ഞാൽ 2.8K at 30 FPS ഇട്ട് പോകും. സോ അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട് S24 Ultra. ആൻഡ് ദെൻ മോറിനകത്ത് ഹൈ റെസൊല്യൂഷൻ മോഡ്, 200 മോഡ്, പനോരമിക്, അൾട്രാ ഡോക്യുമെൻറ്റ്, സ്ലോ മോഷൻ, സ്റ്റേജ്, ദാറ്റ് മീൻസ് കൺസേർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മോഡാണ് സ്റ്റേജ് മോഡ്. പിന്നെ ടൈം ലാപ്സ്, പ്രോ മോഡ്, നൈറ്റ് മോഡ്, സൂപ്പർ മൂൺ മോഡ്. S24 Ultra പ്രോ വീഡിയോ മോഡ് വരെ ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഈ പ്രോ ഫോട്ടോഗ്രാഫിയിൽ എടുക്കുന്ന സെയിം സാധനം വീഡിയോയിൽ വരെ പറ്റും, വിച്ച് ഈസ് റിയലി നൈസ്. സോ ആൻഡ് ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് നമ്മുടെ സിംഗിൾ ടേക്ക് മോഡ്, ഡുവൽ റെക്കോർഡിംഗ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഡുവൽ റെക്കോർഡിംഗ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം. അത് നമുക്ക് Vivo X200 Proയിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, അത്രയാണ് നമ്മുടെ Vivo X200 Proയുടെ ക്വിക്ക് ആയിട്ടുള്ള ടിപ്സ്, ട്രിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഓഫ് വീഡിയോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.